ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതായത് വിട്ടു പോവേണ്ട നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചായി വിചാരിക്കേണ്ട ഒരു യാത്ര പോകണമെന്നു. ശരിക്കും മഴയത്ത് പോകേണ്ടതായിരുന്നു. എന്തായാലും മഴയൊക്കെ മാറി നല്ല വെയിലായപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. അതായത് ഈ ചുരം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, കുതിരാൻ. അപ്പോൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ എരിചട്ടിന്ന് പറചട്ടിയിലേക്കുള്ള പോലെയും ക്ലൈമറ്റ് നല്ല ചൂടാണ്. പിന്നെ പാലക്കാടിൻ്റെ കാഴ്ചകൾ കാണുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ചൂടൊക്കെ മറക്കുകയാണ്. മൺസൂൺ ടൈമാണ് ശരിക്കും പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ ബെസ്റ്റ് ടൈം. പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാം. ഇത് താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ ബന്ദിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ടല്ലോ, ഈ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. മഴക്കാലത്ത് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ കുറേ ഫാമിലീസ് ഉണ്ട്. ഞാൻ ഞായറാഴ്ചയാണ് പോയത്. ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി. ഈ നെല്ലൊക്കെ വിളഞ്ഞിരിക്കുന്ന കാഴ്ച തന്നെ ഉണ്ടല്ലേ, കണ്ണിന് കുളിർമയേക്കണ ഒരു സംഭവമല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്ലൈമറ്റിലും പാലക്കാടോട്ടൊക്കെ ഇങ്ങനെ ഓടി വന്നത്. സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു ട്രിപ്പുകൾ പോകാറുണ്ട്. പാലക്കാട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് കണ്ടത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. പാലക്കാട് നമുക്ക് ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ. ഇതേ അടുത്ത സ്ഥലം മുതലമട റെയിൽവേ സ്റ്റേഷൻ. മിക്ക സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. സിനിമയിൽ കാണാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ പഞ്ചായത്തിൽ നിന്ന് ഇത്തവണ കയറ്റുമതി ചെയ്ത് 600 കോടി രൂപയുടെ മാങ്ങയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ തിന്നാൻ കിട്ടില്ലെങ്കിലും വിദേശികളെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട് മാങ്ങ. അതുകൊണ്ടാണല്ലോ 600 കോടി രൂപ വിറ്റുവരവ് ഉണ്ടായത്. പിന്നെ ഇതേ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തിരിച്ച് താമരപ്പാടത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ പൂക്കളൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇതൊക്കെ പോകുമായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടാ.